ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. എങ്ങോട്ടേക്കാണെന്നറിയോ? ചോലമല വാട്ടർഫാൾ. ശരിക്കും ചോലമല 2 വാട്ടർഫാളാണുള്ളത്. ഒന്ന് ചെറിയ കുണ്ടും പിന്നെ ഒന്ന് ആനക്കുണ്ടും അല്ലേ? വലിയ കുണ്ടും. വലിയ കുണ്ടും. അങ്ങനെ 3 കുണ്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആനക്കുണ്ടിലേക്കാണ്. ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിന് കുറേ എൻക്വയറി വന്നു, ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെ പോയിട്ട് അടിപൊളി ഒരു നാച്ചുറൽ പൂളിൽ അടിപൊളി ഒരു കുളി. അപ്പോൾ എന്തായാലും പോവല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേപ്പാടി ടൗണിലൂടെയാണ്. ഇനി ഒരു 100 മീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ജംഗ്ഷൻ വരും. അവിടെ നിന്നാണ് ചൂരമല, സൂചിപ്പാറ വാട്ടർഫാൾ, 900 കണ്ടി അവിടേക്കൊക്കെ പോയി. ഇവിടുന്ന് വലത്തോട്ടുള്ള ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിയാണ്. അതിനോട് ചേർന്ന് തന്നെ വേറെ വഴിയുണ്ട്, പഴയ പോസ്റ്റ് ഓഫീസ് വഴി. ആ വഴിയാണ് എലിമ്പിലേരി എസ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നത്. ആ വഴിയാണ് നമുക്കും പോകേണ്ടത്. ആ വഴിയിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ചോലമല വാട്ടർഫാൾ ഉള്ളത്. ഇതാണ് പഴയ പോസ്റ്റ് ഓഫീസ് വഴി. ഈ വഴി നമുക്കൊരു 3 കിലോമീറ്ററോളം പോകാനുണ്ട്. ആയിരത്തൻ മലയാളം ലിമിറ്റഡ് പ്ലാന്റേഷൻ്റെ നടുവിലൂടെയാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഇതാണ് ചോലമല ചെറിയുണ്ട്. ഇതാണ് നമ്മളെ ചെറിയുണ്ട്. ഇനി നമ്മൾ നേരെ വലിയ കുണ്ടിലേക്കാണ് പോകുന്നത്. ഇതാണ്ടോ വഴി. ഇതൊരു ആളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിലെ വേണം കയറി പോകാൻ. അല്ലെങ്കിൽ നമുക്ക് അതിലേ പോകാം. പക്ഷെ അതിലെ കുറച്ച് റിസ്ക് ആണ്. ചാടി കിടന്നൊക്കെ പോകണം. നമുക്ക് പിന്നെ റിസ്ക് എടുക്കുന്ന പണ്ടേ ഇഷ്ടമല്ലല്ലോ. ഇവിടെ കുറച്ച് ഒരു 50 മീറ്റർ മാത്രമേ നമ്മളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിലേ ഇറങ്ങാം. പക്ഷെ ഇതിലെ വഴിയുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് ഇതിലെയാണ് ഇറങ്ങുന്നത്. വീണ്ടൊക്കെ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ആനക്കുണ്ടിലെത്താനായി. ഇതാ കാണുന്ന വാട്ടർഫാൾ ഉണ്ടോ? അതാണ് ആനക്കുണ്ട് വാട്ടർഫാൾ. ഇത് ലോക്കലി പ്ലേസ് അറിയപ്പെടുന്നത് ചോലമല എന്നാണ്. നമ്മൾ ഫസ്റ്റ് കണ്ട സ്ഥലമല്ലേ, ഫസ്റ്റ് കണ്ട വെള്ളച്ചാട്ടം അതാണ് കേട്ടോ ചോലമല വാട്ടർഫാൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങോട്ടേക്ക് അധികം ആരും വരാറില്ല. ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ. കാരണം ഇത് അത്ര ഫേമസ് അല്ല, ഇതധികം ആർക്കും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ ഇന്നലെയും ഇവിടെ 3ാമത്തെ വട്ടമാണ് ഇപ്പോൾ ഞാൻ വരുന്നത്. കാരണം ഇതിന് 2 ദിവസം മുമ്പേ അവിടെ വന്നിരുന്നു. ആ സമയത്തൊന്നും ഇവിടെ ഇത്ര വെള്ളം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം ഇന്നലെ നല്ലൊരു മഴ പെയ്തിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് വെള്ളം കൂടിയിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്കും കൂടിയിട്ടുണ്ട്. ഇതിന് ആഴെന്ന് പറയുന്നത് ഇവിടുന്ന് മുങ്ങാങ്കുഴി ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ എത്താൻ പറ്റൂല എന്നാണ് ഇവിടെയുള്ള മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ പറയുന്നത്.
നമുക്കറിയില്ല, കാരണം ഞാനൊന്നും നീന്തിയിട്ട് ഇതുവരെ ഇതിൻ്റെ ഉള്ളിലോ അടിയിലോ എവിടെ എത്തിയിട്ടില്ല. ഈ ഒരു സ്ഥലത്ത് പോലും നമുക്ക് എവിടെയും ഇതിൻ്റെ അടിയിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് അവിടെ ഒരു പാറ ഉണ്ട്, ആ പാറേൻ്റെ അവിടെ നിന്ന് നമ്മൾ നീന്തൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അവിടെ പോയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ വന്നിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എവിടെ നമുക്ക് കാല് കുത്താനോ ഒന്നിനും പറ്റൂല. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് നമുക്ക് പോവാം, പക്ഷേ റിസ്ക്കാണ്, നോക്കി കണ്ടു പോകണം. ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടിപൊളിയൊരു കുളി പാസ്സാക്കാം. എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങാം. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇത് ശരിക്കും വയനാട്ടിലെ മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മേപ്പാടിയിൽ നിന്ന് എലുമ്പിലേരി പോകുന്ന വഴിയാണ് ഇതിൻ്റെ മേലക്കൂടെ ഉള്ളത്. അപ്പോൾ എലുമ്പിലേരി എസ്റ്റേറ്റിലേക്കോ റിസോർട്ടിലേക്കോ കാര്യം പോവുകയാണെങ്കിൽ അവർക്ക് വെള്ളത്തിലിറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്ന് കുളിക്കാം, അടിപൊളിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കലാപരിപാടികൾ തുടങ്ങാം. കുളി തുടങ്ങിയാലോ? അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ 2 ദിവസം മുമ്പ് വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്തൊന്നും ഇത്ര ഒഴുക്കുണ്ടായില്ല കേട്ടോ. ആ സമയത്തൊന്നും ഇവിടെ ഇത്ര ഒഴുക്കുണ്ടായിട്ടുണ്ടായില്ല. ഇതൊക്കെ വന്നത് ഭയങ്കര ഒഴുക്ക്. അന്ന് വെള്ളം ഇത്ര ഉണ്ടായില്ല, അന്ന് കുറച്ച് വെള്ളം കുറവായിരുന്നു. ഇപ്പോൾ മഴ പെയ്തിട്ട് അതൊന്ന് വെള്ളം ഭയങ്കര കൂടി. ഇവിടെ നിന്ന് നീന്തി അവിടെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഒഴുക്കുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം ഇങ്ങോട്ട് തന്നെ ആക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഞങ്ങൾക്ക് 2 മാത്രം ശരിക്കും നീന്താൻ അറിയില്ല. ഞങ്ങൾ 2 അവിടെ പോയി വന്നു. ബാക്കി എല്ലാവരും ഇവിടെ സൈഡിൽ തന്നെ കളിക്കുകയാണ്. ഇവിടെ അധികം ആടില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ അധികം നീന്താൻ അറിയാത്ത ആൾക്കാർ വരികയാണെങ്കിലും ഈ ഒരു സൈഡിൽ നമുക്ക് കളിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് ആക്കാം. നടുവിലേക്ക് ആരും പോകാണ്ടിരുന്നാൽ മതി. എല്ലാവരും വെള്ളത്തിന്റെ അടിയിൽ കൂടെയുള്ള ഷൂട്ടിലാണ്.
എങ്ങനെയുണ്ട് ഇന്നത്തെ സ്ഥലമൊക്കെ? അടിപൊളിയല്ലേ? അടിപൊളി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് 1-1.5 മണിക്കൂറോളം വെള്ളത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ നോക്കുകയാണ്. വഴിയൊക്കെ കുറച്ച് ഡേഞ്ചറാണ്, ചാടിക്കടന്നൊക്കെ വേണം പോകാൻ. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്ന് പറഞ്ഞാൽ ചെമ്പ്ര ഹിൽസിൽ നിന്ന് വരുന്ന പുഴയാണ്. ഇതൊരു നമ്മുടെ ചാലിയാർ റിവറിൻ്റെ ഉത്ഭവം ഇതാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ താഴെ കിടക്കും. എന്നിട്ട് ഇവിടുന്ന് ഇപ്പം എങ്ങനെയാണ് ഇറങ്ങുക? നേരെ പോയാൽ അയ്യോ അപ്പുറത്തോട്ടോ ഞാനിതാ പോകുന്നേ. നമ്മുടെ ചാലിയാർ റിവറിൻ്റെ ഒക്കെ ഒരു ഉത്ഭവമാണിത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ്. ഒരു 2 മണിക്കൂർ നിന്നപ്പോഴത്തേക്കും 1.5 മണിക്കൂർ നിന്നപ്പോഴത്തേക്കും നല്ല തണുത്ത് ബോഡി മൊത്തം തണുത്ത് വിറച്ചു. ഇപ്പോൾ വെയിലും പോയിട്ടോ. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയി കാണും. അതുകൊണ്ട് തന്നെ വെയിലൊക്കെ പോയി. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അയ്യേ, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലണ്ടോ, നമ്മൾ വഴി എത്താനായത് അവിടെയാണ് നമ്മുടെ റോഡ് വരുന്നത്. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഹെവി അഡ്വഞ്ചറാണ് കേട്ടോ. അയ്യ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത് നമ്മുടെ മേപ്പാടി വയനാട്ടിലുള്ള ഒരു ഹിഡൻ ഡെസ്റ്റിനേഷനാണ്. അധികം ആൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഇത് എവിടെയാണെന്ന്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് വ്ളോഗ് ചെയ്തത്. അപ്പോൾ ഇനി ഈ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരാമല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചെറിയൊരു മഴയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് വേഗം തെറിക്കുകയാണ്. അപ്പോൾ മറ്റൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.